ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ SSC CHSL 2020 ചോദിച്ചതാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 35 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ആവറേജ് എന്നാണ്. അതിൽ ആദ്യത്തെ 10 എടുത്തു കളഞ്ഞിട്ട് അടുത്ത 10 ഇൻക്ലൂഡ് ചെയ്തു. അപ്പോഴത്തേക്ക് ആവറേജ് M ആയിട്ട് മാറി. ഇഫ് M² - N² എന്ന് പറയുന്നത് 600 ആവറേജ് ഓഫ് 3n and 5n. അപ്പോൾ അതിനു മുമ്പ് നമുക്കൊരു ബേസിക് കാര്യം നോക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് വിചാരിക്കുക 1 2 3 4 5 6 നമ്പർ ഉണ്ട്. ഈ 6 നമ്പറിൻ്റെ ആവറേജ് നമുക്കറിയാം. ഇതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ എത്ര വരും? നിങ്ങൾ ഒന്നെങ്കിൽ കൂട്ടിയിട്ട് നോക്കുക, അല്ലെങ്കിൽ മിഡിൽ ടൈം എടുക്കുക, അല്ലെങ്കിൽ മിഡിൽ ടൈമിൻ്റെ ആവറേജ് എടുക്കുക. എന്ത് എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ ആവറേജ് ആയിട്ട് വരുന്നത് 3.5 ആയിരിക്കും. 3.5 ആയിരിക്കും. ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും കൂട്ടിയിട്ട് ബൈ 2 എടുത്തു കഴിഞ്ഞാലും മതി. എത്രയായിരിക്കും? 3.5. ഇനിയിപ്പോൾ ഞാൻ ഈ ആദ്യത്തെ 3 എടുത്ത് കളഞ്ഞിട്ട് പകരം അടുത്തൊരു 3 ഇൻക്ലൂഡ് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കുക. അതായത് 7 8 9 7 8 9 ഇതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 6.5 ആയിരിക്കും. ഈ 6 നമ്പേഴ്സിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? 6.5. അതായത് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ 3 എടുത്ത് കളഞ്ഞിട്ട് അടുത്ത 3 ആഡ് ചെയ്തു അല്ലേ? അപ്പോഴത്തേക്കും എന്ത് പറ്റി? ആവറേജ് 3 കൂടി. ആവറേജ് എന്ത് പറ്റി? 3 കൂടി. ശരിയാണല്ലോ, ആവറേജ് 3 കൂടി. സെയിം കോൺസെപ്റ്റിലായിരിക്കും ഞാൻ മറ്റേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ നോക്കുവാണെങ്കിൽ ഒന്നുള്ളത് പോയിട്ട് 7 വരുന്നു. ശരിയല്ലേ? ഒന്നുള്ളത് പോയിട്ട് 7 വരുന്നു. അടുത്ത് 2 പോയിട്ട് 8 വരുന്നു. ഇവിടെ 3 പോയിട്ട് 9 വരുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 6 വെച്ച് 3 കൂടി. ശരിയല്ലേ? 6 വെച്ചിട്ട് 3 കൂടി. അതെന്ത് ചെയ്താൽ മതി? എല്ലാ നമ്പർ എന്ന് പറയുമ്പോൾ 6 നമ്പറിൽ നിന്നും വീതിച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണ് ആക്ച്വലി ഈ 3 വന്നത്. ഇതേ സെയിം കോൺസെപ്റ്റാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് നമ്മുടെ നമ്പർ 1 2 3 4 up to 11 ആണെന്ന് വിചാരിക്കുക. പിന്നെ ഒരു 35 ഉണ്ട്, 10 35 ദെൻ 36 സംതിങ് ആണെന്ന് വിചാരിക്കുക. ഇപ്പം 35 നമ്പറുണ്ട്. ഇതിൽ ആദ്യത്തെ 10 ഞാൻ എടുത്ത് കളയുവാണ്. അടുത്ത 10 വരുവാണ്. വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 തൊട്ടിട്ട് 45 വരെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 1 പോയിട്ട് 36 വരുന്നതെങ്കിൽ 35 കൂടും. 2 പോയിട്ട് 37 വരുന്നതെങ്കിൽ എത്ര കൂടും? 35 കൂടും. ഇത് ആദ്യത്തെ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ പോകുവാണെങ്കിൽ, ഇതിപ്പോൾ പോയിട്ട് വരുവാണെങ്കിലും ഇതേ സെയിം അവസ്ഥയാണ് വരാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ നെക്സ്റ്റ് ആദ്യത്തെ 10 പോയിട്ട് നെക്സ്റ്റ് 10 വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ചേഞ്ച് വരുന്നത്. ഇപ്പോൾ 1 തുടങ്ങിയില്ലേലും ഇപ്പോൾ സപ്പോസ് 2 തൊട്ട് 11 വരെയാണ് അവസ്ഥയെങ്കിലും ഇത് തന്നെയാണ് അവിടെ ചേഞ്ച് വരാൻ പോകുന്നത്. കാരണം 11ഉം 46 തമ്മിലുള്ള വ്യത്യാസവും 35ആണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 10 പോകുമ്പോഴത്തേക്കും 10 പോയിട്ട് അടുത്ത 10 വരുമ്പോഴത്തേക്കും ഓരോന്നിനും 35 വെച്ച് കൂടും. 35 വെച്ചിട്ട് 10 കൂടും. ഇതെന്ത് ചെയ്യണം? ഈ 35 നമ്പറിനും ഈക്വലായിട്ട് വീതിക്കണം അല്ലേ? 35 നമ്പറിനും ഈക്വലായിട്ട് വീതിക്കണം. സോ എന്തായിരിക്കും? 10 വെച്ചിട്ട് കിട്ടും അല്ലേ? അല്ലെങ്കിൽ 10 ഇൻക്രീസ് ആവും എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ 35 നമ്പറിൻ്റെ ആവറേജ് n ആണെങ്കിൽ m എന്ന് പറയുന്നത് ഡ്രോപ്പിംഗ് 10 ഇൻക്ലൂഡിങ് നെക്സ്റ്റ് 10, അപ്പോൾ m ആയിട്ട് മാറി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ n+10 ആണ് m എന്ന് പറയാം. അല്ലെങ്കിൽ m-n എന്ന് പറയുന്നത് 10 എന്ന് പറയാം. m-n എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? 10 എന്ന് പറയാം. ഇനി പറഞ്ഞിട്ടുണ്ട് m² - n². m² - n² എന്ന് പറയുന്നത് 600 എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കറിയാം a² - b². എന്ന് പറയുന്ന a - b × a + b ആണ്. ഇതിൽ നിന്ന് m+n വാല്യൂ നമുക്ക് എന്തെന്ന് പറഞ്ഞു കിട്ടും? ഇത് 10 എന്നറിയാം. അപ്പോൾ m+n എന്ന് പറയുന്നത് എത്ര കിട്ടും? 60 ആയിട്ട് കിട്ടും. ഇത് 10 ആണെങ്കിൽ ഇത് 60 ആണ്. സോ
ഈ രണ്ട് ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എമ്മിൻ്റെയും എന്നിൻ്റെയും വാല്യൂ കിട്ടും. എം എത്ര വരും? 35. എം എത്ര വരും? 35. എൻ എത്ര വരും? 25. എൻ 25. ഇനി ചോദിച്ചിരിക്കുന്ന 3n, 3n-ൻ്റെയും 5n-ൻ്റെയും ആവറേജ്. 3n എന്ന് പറയുമ്പോൾ 3 × 35 105 വരും. 5n എന്ന് പറയുമ്പോൾ 5 × 25 125 വരും. ഇത് രണ്ട് നമ്പേഴ്സേ ഉള്ളാകെ. ബൈ ടു അതായത് 130ഉം 100ഉം 230. 230ൻ്റെ പകുതി 115 ആൻസർ ആയിട്ട് കിട്ടും.